എന്താ തള്ളേ, എനിക്ക് വിശക്കണു. നിന്റെ തള്ളവിളി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാവിടി. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. ഓ ശരി രാജാവേ, ഇപ്പൊ എനിക്ക് വല്ലതും തിന്നതാ, വിശക്കണു. നീ കല്ലുകൊത്താൻ പോയതൊന്നല്ലല്ലോ ഇതിന് മാത്രം വിശക്കാൻ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ പഠിച്ച് ക്ഷീണിച്ച് വരുവാ. നീ ഇന്ന് തള്ളി മറിക്കാൻ പോയി കുളിച്ചിട്ട് വാടി. വല്ലതും തിന്നാതാ, നിന്നിട്ട് കുളിക്കാം. കുളിക്കാതെ ഈ പടി ചവിട്ടിയ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. അമ്മേ, നീ ഇന്ന് ചിണുങ്ങാ പോയി കുളിച്ചിട്ട് വാടി. എനിക്ക് വയ്യമ്മേ, വല്ലതും തിന്നാതാ, എന്നിട്ട് കുളിക്കാം. 2 ഉണ്ണിയപ്പം തരാം, അത് തിന്നിട്ട് മര്യാദക്ക് പോയി കുളിച്ചോണം. ഉണ്ണിയപ്പെങ്കിൽ ഉണ്ണിയപ്പം താ. കോടയിൽ കഴിഞ്ഞ് മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ആ ഈ ഞാനാരാവുന്നല്ലേ എന്നാ കേട്ടോ, ഞാൻ വൈശാലി, അച്ഛൻ ശാലിന്ന് വിളിക്കും. അത് കേട്ട അമ്മയും. ഇപ്പൊ ഇവിടുന്ന് യാതൊരു ദയവില്ലാതെ എന്നെ പട്ടിണിക്കിട്ട് പോയ ആള് എൻ്റെ അമ്മ പത്മ. കൂടെ നിന്ന് എനിക്ക് കട്ടപ്പണിയിരുന്ന മുതല് എൻ്റെ ഏക അനിയൻ കുട്ടൂസ് എന്ന വൈശാഖ്. ഉണ്ണിയപ്പം കാണില്ലല്ലോ ഈശ്വരന്മാരെ. അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോയതാണോ? അമ്മാ, ഇന്നാ പെണ്ണെ കിടന്ന് ഒച്ച വെക്കാതെ. എന്റെ സാറേ, ഇതിന്റെ സ്മെല്ലിങ് അടിച്ചാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂലല്ലോ. വിശപ്പിന്റെ അസ്കിത ഉള്ളതുകൊണ്ടാണേ. എന്റെ ഉണ്ണിയപ്പം ഡാ ചെക്ക, മര്യാദ തന്നേ, അല്ലെ നിന്നെ കാര്യമാരി തറയിലടിച്ച് പേസ്റ്റാക്കി ബ്രെഡിന് കൂട്ടി തട്ടും ഞാൻ. പിന്നെ ഇങ്ങ വാ, ഞാൻ നിന്ന് തരാം നിനക്ക് തല്ലാൻ. ഇവനെ നിന്നെ ഞാനിന്ന് കൊല്ലൂടാ. അമ്മേ, ചേച്ചി എന്നെ തല്ലാൻ വരുന്നു. അമ്മേ, ഇവൻ എന്റെ ഉണ്ണിയപ്പം എടുത്തു. അമ്മേ, എടാ അധികം തരാനാ പറഞ്ഞേ. പൊടി നീ പൊട പട്ടി. അമ്മേ, ചേച്ചി തെറി വിളിക്കണു. ഓഹോ, അമ്മയുടെ അടുത്തും തല്ലു വാങ്ങി തരാനുള്ള സൈക്കിൾ ഓടിക്കൽ മൂവ്മെന്റ്. വല്ലാണ്ട് അങ്ങ് സൈക്കിൾ ഓടിക്കല അനിയാ. അമ്മേ, 11 അവന്റെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തു. അതിനാണ് മോങ്ങുന്നത്. ഇതുകൂടി പോയി പറഞ്ഞു കൊടുക്കണം തെണ്ടി. മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഇതേതാ ഈ കുരുത്തം കിട്ട പെണ്ണ്? ഉറക്കം നഷ്ടപ്പെട്ട മാധവ് അമർഷത്തോടെ എണീറ്റ് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? ഇത് എവിടുന്ന ഒരു അപസരം? ഇനി വല്ല അശരീരിയുമാണോ? ഏയ്, അശരീരിയല്ല, ഇതേതോ അലവരാതിയാ. ഏതാണോ ഇംഗ്ലീഷ് ഭൂതം? ഞാൻ തിരിഞ്ഞെന്ന് കുട്ടൂസിന് ഇതാരാന്ന് കണ്ണു കാണിച്ചു. അവൻ അറിയില്ലെന്ന് ചുമലുകൂച്ചി കാണിച്ചു. കണ്ടിട്ടൊരു വിദേശി ലുക്കൊക്കെ ഉണ്ട്. ഇനി വല്ല അമേരിക്കക്കും പോണ പ്ലെയിനിൽ നിന്നെങ്ങാനും കൊഴിഞ്ഞു പോയതാണോ ഈശ്വര? ഇയാളിത് മനുഷ്യനെ നോക്കി ചുട്ടെടുക്കുമല്ലോ. ഐ ആം ടെല്ലിങ് ടു യു. ഇയാളിത് എന്തോന്നിത്? ഐ ആം ഫൈൻ, താങ്ക് യു. അല്ല പിന്നെ നമ്മളോടെ കളി. ഉഫ്, ഷിറ്റ്. നമ്മളെ ഇംഗ്ലീഷുകാരനാണ്, പുള്ളിയിൽ നിന്ന് കത്തുവാണ്. ചേച്ചി, ഇയാള് സുരേഷ് ഗോപിന്റെ കുടുംബക്കാരനാണ് തോന്നുന്നു. മോനെ കുട്ടൂസേ, ആകാശത്തിലൂടെ പോണ പണി പ്ലെയിനിന്റെ മുകളിൽ ഏണി വെച്ച് കയറി മേടിക്കലടാ വാവേ. എനിക്കൊന്ന് ഉറങ്ങണം. ഈ മരഭൂത്തിന് മലയാളം അറിയാവോ? എന്നിട്ടാണോ ഇത്രയും നേരം ഇവിടെ നിന്ന് പൊട്ടി ഷോ കാണിച്ച്? ചോദിക്കുമ്പോ എടുത്തുതരാൻ ഈ പറഞ്ഞ സാധനം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനും വിട്ടുകൊടുത്തില്ല. അല്ലേ പിന്നെ. അതിന് താൻ സീവീരിന്റെ ശബ്ദം വെച്ച് ഇവിടെ കിടന്ന് കാറി കൂവിയാ ഉറങ്ങാൻ പറ്റില്ല. അതിന് ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ല ശബ്ദം ഉണ്ടാക്കുന്നത്. ഇയാൾ ഉറങ്ങുന്നത് എന്റെ വീട്ടിലൊന്നല്ലല്ലോ മാഷേ. എന്നെ കയറി മാഷേന്ന് വിളിക്കാൻ ഞാൻ നിന്നെ ഏത് ക്ലാസ്സിലടി പോലെ പഠിപ്പിച്ചത്? ഓ സോറി മിസ്റ്റർ, ഇയാളുടെ പേരെന്താ? മാധവ് പൂജാരി. അയ്യോ, പൂജാരിയായിരുന്നോ ദൈവമേ? ഇത്രയും നേരം ഞാൻ കിടന്ന് ഡയലോഗ് അടിച്ച പൂജാരിയോടായിരുന്നു. ദൈവകോപം കിട്ടുമോ എന്തോ. ആഹാ, പൂജാരിയായിരുന്നോ? ഏതമ്പലത്തിലേതാ? ഞാൻ നിഷ്കളങ്കമായി ചോദിച്ചു. അങ്ങേരെ എന്നെ ഒന്ന് കലിപ്പിച്ച് നോക്കി. എന്തോ പിറുപിറുത്തോണ്ട് ചവിട്ടി കുലുക്കി അങ്ങ് കേറിപ്പോയി. ഇയാളിതിപ്പോ ചവിട്ടി പൊളിക്കോ? എന്തോ ഉച്ചത്തിൽ വിളിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷിലായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും മനസ്സിലായില്ല. മിക്കവാറും എൻ്റെ അച്ഛനെ സ്മരിക്കായിരിക്കും. പൂജാരി എന്നുകൊണ്ട് കാര്യമില്ല, മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പക്ഷെ അപാര ലുക്ക മുതലിന്. ഏത് അമ്പലത്തിലെയാണോ എന്തോ. അവിടുത്തെ പെമ്പിളുടെയൊക്കെ ഒരു ഭാഗ്യം. അമ്മേ, എന്താടി? അതായത് നമ്മുടെ വീട്ടിലൊരു ചെക്കൻ. അമ്മ എന്നെ ചുഴിഞ്ഞു നോക്കി. അല്ല, ഒരേട്ടൻ. നമ്മൾ പെട്ടെന്ന് റൂട്ട് മാറ്റി. കഞ്ഞി കുടിച്ച് പോവേണ്ടതാണേ. കുളിക്കാത്തോണ്ട് പുറത്തുനിന്ന് തല പരമാവധി വലിച്ചു നീട്ടി അകത്തോട്ട് ഇട്ടുകൊണ്ടാണ് നമ്മുടെ നിൽപ്പ്. അടി കൊള്ളാൻ വയ്യ, അതാണ്, അല്ലാണ്ട് പേടിച്ചിട്ടല്ല. പുതിയ വാടകക്കാരാ. ഓ, അപ്പൊ ഇതാണ് അച്ഛൻ പറഞ്ഞ ടീംസ്. അത് ഞങ്ങളുടെ വീട് തന്നെയാണ്. മക്കള് 2 പേരും എന്നും കൂടെ തന്നെ ഉണ്ടാവാൻ അച്ഛൻ പണിത വീട്. ഇപ്പൊ ഉപയോഗിക്കാത്ത കൊണ്ട് തൽക്കാലം വാടക കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞാനും കുട്ടൂസും അമ്മമ്മയുടെ കൂടെ ആയിരുന്നു. അതാണ് ഇവരുടെ എൻട്രി കാണാൻ പറ്റാഞ്ഞത്. എന്തേടി ഒരാലോചന? ഒന്നുമില്ലമ്മ, എന്തായാലും പുള്ളി പൂജാരിയാ. പൂജാരിയോ? ആ, ആര് പറഞ്ഞു നിന്നോട്? അയാള് പറഞ്ഞോ നിന്നോട് അയാള് പൂജാരിയാന്ന്? പൂജാരി എന്ന് പറഞ്ഞില്ല, പക്ഷെ പേര് പറഞ്ഞു, മാധവ് പൂജാരി എന്ന്.
എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പൊട്ടി. എടി അതയാളുടെ പേരാ. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അച്ഛന്റെ പേരെന്താ? മാധവൻ നായർ. അത് അച്ഛൻ നായരായോണ്ടല്ലേ. പേരിന്റെ കൂടെ നായര് വാര്യർ എന്നൊക്കെ ഉള്ളവര് നായന്മാരും നമ്പ്യാരൊക്കെയല്ലേ. അപ്പൊ ഇയാള് പൂജാരിയല്ലേ? എന്റെ ശാരി, നീ എത്രയിലാ പഠിക്കണത്? ഡിഗ്രി. അതിന്റെ വിവേകബുദ്ധികളും കാണിക്ക്. എന്റെ കൃഷ്ണ, ഇങ്ങനെ ഒരു പൊട്ടി. ഇവളെങ്ങനെ ഡിഗ്രി വരെയൊക്കെ എത്തിയെന്നാ? നിന്ന് കുനിഷ്ട് പറയാ, പോയി കുടിക്കടി. ഇയാളിനി പൂജാരിയല്ലേ? കൊടുത്ത റെസ്പെക്ട് വെറുതെ ആവോ ഈശ്വര. പൂജാരിയാണേലും അല്ലെങ്കിലും കുറച്ച് അഹങ്കാരി ആള്. ഡാ പട്ടി, എണീക്കടാ. ചേച്ചി നിന്ന് ചെടുക്കാ, എണീക്കിയേക്കാം. ചേച്ചി കുറച്ചേരം കൂടി കിടക്കട്ട്. എന്താ? ഹാപ്പി ബർത്ത്ഡേ. ദാ മോയന്റെ നിന്റെ പിറന്നാളാ. എണീറ്റ് പോയി കുളിക്ക്, അമ്പലത്തിൽ പോവാനുള്ളതാ. ഈശ്വര, ഇന്ന് കുശാല. പിറന്നാളായതുകൊണ്ട് പായസം വെക്കും, ഉച്ചക്ക് ബിരിയാണിയാവും. ആഹാ, അന്തസ്. ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇന്ന് ഞാൻ തിന്ന് മരിക്കും. തിങ്കളാഴ്ച ഹർത്താൽ വന്ന പ്രതീതിയാണ് ഇവിടെ ഇന്ന്. കാരണം ഇവിടെ അച്ഛനും നമുക്കും വെജിറ്റേറിയനാണ് ഇഷ്ടം. നോൺ വെജ് വല്ലപ്പോഴും മാത്രമാണ് വാങ്ങിക്കുന്നത്. അമ്പലത്തിൽ നടന്നു പോയതുകൊണ്ടാവണം വല്ലാത്ത വിശപ്പ്. അമ്മേ, ഈ അമ്മ ഇതെവിടെ പോയി കിടക്കുക? ഞാനിന്ന് വിശന്ന് ചാവൂലോ ഈശ്വര. അമ്മേ! അമ്മ ആരോടോ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേതാ പുതിയ കക്ഷി?